പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന കോൺഗ്രസിലെ നേതാവ്, അദ്ദേഹം വ്യത്യസ്തനാണ് എന്ന് ഇതിനു മുമ്പ് അദ്ദേഹം കൃത്യമായി നമ്മുടെ മുമ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് പല അവസരത്തിലും ഞാൻ പരസ്യമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് പലതവണ മന്ത്രിയായിരുന്നിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം സ്പീക്കറാണ്. അദ്ദേഹം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റവന്യൂ മന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട്, വനം മന്ത്രി, പല പല വകുപ്പുകളും അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ മന്ത്രിസ്ഥാനത്തൊന്നും ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം വലിയ തോതിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഉണ്ടാവും, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ 2011-2016 കാലഘട്ടത്തിൽ അദ്ദേഹം ഇടയ്ക്ക് കുറച്ചു കാലം, അതായത് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ, അദ്ദേഹം കുറച്ചു കാലം ആഭ്യന്തരമന്ത്രിയായിരുന്നു. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്ത് വിവാദങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാം, സോളാർ കേസിൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്താണ് ഉമ്മൻചാണ്ടിയുടെ PA ആയിരുന്ന ജോപ്പൻ ഉമ്മൻചാണ്ടിയുടെ അഭാവത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അത് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴാണ്. അത് വലിയ രാഷ്ട്രീയ കുഴക്കം സൃഷ്ടിച്ച ഒരു സംഭവമായി. എ ഗ്രൂപ്പിലെ ഏറ്റവും മുന്നണി പോരാളിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എ ഗ്രൂപ്പുമായി അകലാനിടയാക്കിയ സംഭവം, ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത കയ്യാളായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടിയുമായ അഭിപ്രായ ഉണ്ടായ സമയം, ഇതൊക്കെ അന്നുണ്ടായത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിനെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം TP വധക്കേസിൽ എടുത്തിട്ടുള്ള അതിനിർണായകമായിട്ടുള്ള നിലപാടാണ്. അത് ഒരു പൊടി അവസരങ്ങളിൽ ഞാൻ പരസ്യമായി പുറത്തു പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, രാഷ്ട്രീയ കൊലപാതകങ്ങൾ പതിറ്റാണ്ടുകളായി നടക്കുന്നതാണ് നമുക്കറിയാം. പക്ഷേ ആ രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊന്നും യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടാറില്ല എന്നുള്ളത് നമുക്കറിയാം. CPM-ഉം RSS-ഉം തമ്മിലുള്ള രാഷ്ട്രീയ കൊലപാതകമാണെങ്കിൽ അതിൽ എവിടെയൊക്കെയോ ഞാൻ വളരെ കുറവാണെന്നാണ് എൻ്റെ ഓർമ്മ. യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കും. കാരണം പ്രതികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് പറഞ്ഞ് ഒത്തുതീർപ്പാക്കി പോകലാണ് പതിവ്. എത്രയോ കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. ആ കൊലപാതകങ്ങളൊക്കെ ശിക്ഷ കിട്ടിയിട്ടുള്ളത് വളരെ കുറവാണ്. പക്ഷേ TP വധക്കേസിൽ ചരിത്രം തിരുത്തി കുറിക്കപ്പെടുകയുണ്ടായി. TP വധക്കേസിലാണ് യഥാർത്ഥത്തിൽ ഒരു സുപ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകത്തിൽ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നത്. യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ യഥാർത്ഥ പ്രതികളും ശിക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ കൊലപാതകത്തിന് ഗൂഢാലോചന നടത്തിയ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ ഇപ്പോഴും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അൺസ്കേത്തഡായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. നമുക്കറിയാം അതിനകത്ത് ആരൊക്കെയാണ് ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ളവർ. അവരൊക്കെ ഇപ്പം വലിയ സ്ഥാനങ്ങളിൽ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളത് നമുക്കറിയാം. എന്നിരുന്നാൽ പോലും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കൊലപാതക കേസിൽ കുറേയെങ്കിലും CPM നേതാക്കന്മാരെ ശിക്ഷിക്കാൻ ഉള്ള അവസരമൊരുക്കിയതിൽ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനുള്ള പങ്ക് നിസ്തുലമാണ്, സമാനതകളില്ലാത്തതാണ്, അഭൂതപൂർവമാണ്, അൺപ്രസിഡന്റഡ് ആണെന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഞാൻ ഇത് ഇത്തവണ ഒന്നുകൂടി ഞാൻ പറയുകയാണ്. PK കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള പാനൂർ ഏരിയ സെക്രട്ടറി മുതൽ ഒരു 4-5 CPM നേതാക്കന്മാർ, അതിൽ PK കുഞ്ഞനന്ദനായിരുന്നു പ്രധാനപ്പെട്ട ആള്. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ എല്ലാം തലതൊട്ടപ്പനായിരുന്നു PK കുഞ്ഞനന്ദൻ. അയാൾ ഉൾപ്പെടെ അകത്തു പോകാൻ ഇടയായ ആ കേസ് അന്വേഷണം അതിൻ്റെ ലോജിക്കൽ എൻഡിലേക്ക് എത്തിക്കുന്നതിൽ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വഹിച്ച പങ്ക് ഒരു കാരണവശാലും നമുക്ക് മറക്കാൻ കഴിയില്ല. കാരണം അതിൻ്റെ അന്വേഷണ സംഘം വളരെ നിർണായകമായിരുന്നു. അതിൽ TP സെൻകുമാർ ഉണ്ടായിരുന്നു, അതിൽ വിൻസെന്റ് പോൾ ഉണ്ടായിരുന്നു, അതിൽ ഷൗക്കത്ത് അലി ഉണ്ടായിരുന്നു, അതിൽ അനൂപ് കുരുവിള ജോൺ ഉണ്ടായിരുന്നു. ഒട്ടനവധി കാര്യക്ഷമതയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ആ അന്വേഷണ സംഘം രൂപീകരിക്കുകയും ആ കേസ് അതിൻ്റെ ലോജിക്കൽ എൻഡിൽ എത്തുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു പിടി എതിർപ്പുകൾ നേരിട്ട് അതിൽ ഉറച്ചു നിന്ന് ആ കേസിൽ പ്രതികൾ രക്ഷപ്പെടുത്തുന്നവരെ എത്തിക്കുന്നതിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പങ്ക് ചെറുതല്ല. നമുക്കറിയാലോ എങ്ങനെയൊക്കെയാണ് CPM അതിനെ എതിർക്കാൻ ശ്രമിച്ചത്. സാക്ഷികളെ മൊഴിമാറ്റി, അന്വേഷണ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി, അവരുടെ ഫോൺ നമ്പറുകൾ വരെ എടുത്ത് ലീക്ക് ചെയ്ത് പത്രത്തിൽ കൊടുത്തു.
വാദിക്കുന്ന വക്കീലിൻ്റെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് റീത്ത് വെച്ചു. അങ്ങനെയൊക്കെ എന്തൊക്കെ ശ്രമങ്ങളാണ് നടത്തിയത്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മുടക്കോഴി മലയിൽ മുതൽ മുംബൈയിൽ വരെയുള്ള രഹസ്യ കേന്ദ്രങ്ങളിൽ ചെന്ന് പ്രതികളെ സമയബന്ധിതമായി പിടിച്ചു. അവരെ നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ കൊണ്ടുവന്നു, ശക്തമായിട്ട് വാദിച്ചു, അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുത്തു. അതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ പങ്ക് ചെറുതല്ല. അത് കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ, എല്ലാത്തരം സമ്മർദ്ദങ്ങൾക്കും വഴിപ്പെടുന്ന കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ ഒരു നേതാവ് ഇതിനായി കാണിച്ച ഇച്ഛാശക്തിയെ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് അസർട്ട് ചെയ്തിപ്പോൾ പറയാൻ കാരണം, ശ്രീമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വളരെ നിശബ്ദനായി എടുത്ത ഒരു പുതിയ നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സുഹൃത്തുക്കളെ, നമുക്കറിയാലോ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി, അതെന്തോ വാഗ്ബാടാനന്ദൻ്റെ രൂപീകരിച്ചിട്ടുള്ള എത്രയോ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സൊസൈറ്റിയാണെന്ന് പറഞ്ഞിട്ട് തോമസ് ഐസക്കിനെ പോലുള്ള ബുദ്ധിജീവികൾ വരെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ കുറിച്ചിട്ട് പുസ്തകം എഴുതിയിട്ടുണ്ട്. എന്നാൽ ആ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ത് സൊസൈറ്റിയാണെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അത് CPM-ൻ്റെ പണപ്പെട്ടിയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. AKG സെൻറ്റർ നിർമ്മാണത്തിൽ പോലും ഊരാളുങ്കലിൻ്റെ സഹായമുണ്ട് എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങളുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഏതാണ്ട് 10-15,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടത്തിയിട്ടുള്ളത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ മുതൽ IT മേഖല മുതൽ കേരളത്തിലെ എല്ലാ മേഖലയിലും വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു വടവൃക്ഷമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. കാരണം അത് 10 വർഷം ഭരിച്ച ഭരണ പാർട്ടിയുടെ പണപ്പെട്ടിയായിരുന്നു എന്ന് നമ്മളോട് പറഞ്ഞത് ഞങ്ങളെപ്പോലുള്ള CPM വിമതന്മാരല്ല. ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റിയാണ് CPM-ൻ്റെ പണപ്പെട്ടി എന്നും ഊരാളുങ്കളിലേക്ക് ഇടുന്ന പണം ചെയ്യുന്നത് AKG സെൻറ്ററിലേക്കായിരിക്കും എന്ന് ആദ്യം നമ്മളോട് പറഞ്ഞ ആളാരാ? കേരളത്തിലെ ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശനല്ലേ. അതിൻ്റെ വിഷ്വൽസ് ഒന്നും ഞാൻ അടുത്ത് കാണിക്കുന്നില്ല, അത് വന്നു കഴിഞ്ഞതാണ്. രണ്ടാമത് നമ്മളോട് പറഞ്ഞതാരാ? കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവായിട്ടുള്ള AICC-യുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലല്ലേ നമ്മളോട് പറഞ്ഞത്. ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഞങ്ങൾ കണക്ക് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കും, ഞങ്ങൾ പാഠം പഠിപ്പിക്കും എന്ന് KC വേണുഗോപാൽ നമ്മളോട് പറഞ്ഞില്ലേ. അതുപോലെ തന്നെ ഒരു പഴയ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലും തുലിയുമായി മാത്രം മാറിയിരിക്കുന്ന KM ഷാജി എന്ന് പറഞ്ഞൊരു നേതാവുണ്ടല്ലോ, അയാളെന്താ പറഞ്ഞത്? കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഇതെന്നാണ് പറഞ്ഞത്. ഇവരെല്ലാം നമ്മളോട് പറഞ്ഞത് മോദിക്ക് അദാനി എങ്ങനെയാണോ അങ്ങനെയാണ് പിണറായിക്ക് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്നാണ് നമ്മളോട് പറഞ്ഞത്. നമുക്കറിയാം, ആ കോൺട്രാക്ട് സൊസൈറ്റി വളർന്ന് പടർന്ന് പന്തലിച്ച് ഒരു വടവൃക്ഷമായി കഴിഞ്ഞ 10 വർഷം കൊണ്ട്. എവിടെ നോക്കിയാലും നിർമ്മാണ പ്രവർത്തനങ്ങൾ അവരാണ് നടത്തുന്നത്. കാരണം അവർക്ക് അനുകൂലമായിട്ടൊരു ഉത്തരവുണ്ട്. ആ ഉത്തരവ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇറങ്ങി നമ്മൾ ഓർത്തോണം. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? അവർക്ക് ടെൻഡർ വേണ്ട. നമുക്കറിയാമല്ലോ, പൊതുമരാമത്ത് നിർമ്മാണ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ അത് ടെൻഡർ വിളിച്ചിട്ട് കുറഞ്ഞ തുക കോട്ട് ചെയ്യുന്നവർക്കാണല്ലോ കൊടുക്കുക. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു ഉത്തരവ് ഇറങ്ങി, ഇവരൊരു ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്, അതുകൊണ്ട് ഇവർക്ക് ടെൻഡർ വേണ്ട എന്ന് മാത്രമല്ല, ടെൻഡർ തുകയുടെ 10% കൂട്ടി അവർ കോട്ട് ചെയ്താൽ പോലും അവർക്ക് കൊടുത്തേക്കണം എന്ന് പറഞ്ഞ് വിചിത്രമായിട്ടുള്ളൊരു ഉത്തരവ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇറങ്ങിപ്പോയി ഇട്ടു. അതിൻ്റെ മറവിലാണ് ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 10,000-ത്തിനടുത്ത് കോടി രൂപയുടെ പ്രവർത്തികൾ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ കേൾക്കുന്നത്. 10% മുകളിൽ അവർ കോട്ട് ചെയ്യും. 50 കോടിയുടെ ഒരു വർക്കാണ് കോട്ട് ചെയ്യുന്നെങ്കിൽ ആ പണി തുടങ്ങി കഴിയുമ്പോൾ അവർ കൂടുതൽ ടെൻഡർ എക്സസ് എന്ന് പറഞ്ഞിട്ട് കൂടുതൽ തുക ചോദിക്കും. അതെല്ലാം എല്ലാ വകുപ്പുകളും അതനുവദിച്ചു കൊടുക്കും. അങ്ങനെ 50 കോടിയുടെ വർക്ക് ഒരു 100 കോടി രൂപയായിട്ടായിരിക്കും തീർക്കുക. അത് 50 കോടിയുടെ 100 കോടിയാകുമ്പോൾ അതിലൊരു 5-10% CPM-ൻ്റെ പണപ്പെട്ടിയിലേക്ക് പോകും. ഇതാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, കോൺട്രാക്ടർമാരുടെ മേഖല തന്നെ തകർന്ന് അടിഞ്ഞു പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ഈ വിളയാട്ടം കാരണം അവർ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് എന്നുള്ളതുകൊണ്ട് അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുമെന്ന് പറഞ്ഞ VD സതീശനും KC വേണുഗോപാലും പിന്നെ KM ഷാജിയൊക്കെ ഇപ്പോൾ ഏത് മാളത്തിൽ പോയി ഒളിച്ചെന്നറിയില്ല. ആ ഊരാളുങ്കലിനെ കുറിച്ച് കോൺഗ്രസിൻ്റെ MLA ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറിനടുത്ത് ചോദിച്ചപ്പോൾ ഞെട്ടിത്തരിച്ചു പോയി നമ്മളെല്ലാവരും. PK ബഷീറിൻ്റെ മറുപടി എന്താണെന്നറിയാമോ? ഏറ്റവും നന്നായി പ്രവർത്തനങ്ങൾ എടുത്ത് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഊരാളുങ്കൽ. അവർക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ അവരുടെ വർക്കിലോട് കൂടിയപ്പോൾ അവർക്ക് ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നല്ല ഗംഭീരമായിട്ടുള്ളൊരു സ്ഥാപനമാണ് എന്ന്, ഒരു വെള്ളരിപ്രാവാണ്, ഒരു വിശുദ്ധ കഥാപാത്രമാണ് ഊരാളുങ്കൽ എന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പോൾ LDF-നും ഊരാളുങ്കൽ വേണം, UDF-നും ഊരാളുങ്കൽ വേണം. അങ്ങനെ ഊരാളുങ്കലിനെ വെള്ളപൂശി
ഊരാളുങ്കലിന് ടെൻഡറില്ലാതെ പിന്നെ നിർമ്മാണ പ്രവൃത്തികൾ നടത്താൻ വേണ്ടിയിട്ടുള്ള കാലാവധി വി ഡി സതീശൻ്റെ വകുപ്പ് കഴിഞ്ഞ ദിവസം വീണ്ടും നീട്ടിക്കൊടുത്തു. അതായത് ഊരാളുങ്കൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കൊള്ളസംഘമാണെന്ന് പറഞ്ഞ വി ഡി സതീശൻ്റെ ധനവകുപ്പ് ടെൻഡറില്ലാതെ പ്രവൃത്തികൾ ഏറ്റെടുക്കാനുള്ള ഊരാളുങ്കലിനുള്ള അനുവാദം വീണ്ടും നീട്ടിക്കൊടുത്തതും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. എന്നാൽ ഇതിനിടയിൽ വളരെ നിശബ്ദമായി നിന്നുകൊണ്ട് സ്പീക്കറായിട്ടുള്ള ശ്രീമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു നിലപാടെടുത്തു. ആ നിലപാട് യഥാർത്ഥത്തിൽ സതീശനും കെ എം ഷാജിക്കും പി കെ ബഷീറിനുമൊക്കെ മുഖമടച്ചുള്ള ഒരു അടിയായിരുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാം. അത് വളരെ നിശബ്ദമായിട്ട് അദ്ദേഹം എടുത്തു. അതുമായി ബന്ധപ്പെട്ട് പത്രരേഖകൾ ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് മറുപടിയും പറഞ്ഞില്ല. എന്തായിരുന്നു ആ നടപടി എന്നുള്ളത് ഈ മലയാള മനോരമയിൽ വന്നൊരു വാർത്തയുണ്ട്. ആ വാർത്ത ആണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ വായിക്കാൻ പോകുന്നത്. സ്പീക്കറുടെ റൂളിംഗ് ഊരാളുങ്കലിന് വെട്ട്, ഇതാണ് ഹെഡിങ്. മിഥുൻ കുര്യാക്കോസിൻ്റെതാണ് ആ റിപ്പോർട്ട്. അതിൽ പറയുന്നത്, നിയമസഭയ്ക്കുള്ളിൽ നടത്തിയ പ്രവർത്തികളിൽ ഗുരുതര വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്ന് LDF സർക്കാരിൻ്റെ കാലത്ത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് തുക അനുവദിച്ചിറക്കിയ ഉത്തരവുകളടക്കം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റദ്ദാക്കി. ഇങ്ങനെയുണ്ട്: സഭയിലെ ഡൈനിങ് ഹാൾ നവീകരിക്കാൻ അനുവദിച്ച 7.5 കോടി രൂപയുടെ കരാറും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റദ്ദാക്കി. ശങ്കരനാരായണൻ തമ്പി ഹാളിൻ്റെ പരിപാലന ചുമതലയിൽ നിന്ന് ഊരാളുങ്കലിനെ ഒഴിവാക്കി പകരം പൊതുമരാമത്ത് വകുപ്പിന് നൽകാനും നിർദ്ദേശിച്ചു. ഡേറ്റ സെൻറ്ററിൻ്റെ വാർഷിക പരിപാലന ചുമതലയിൽ നിന്നും ഊരാളുങ്കലിനെ നീക്കിയിട്ടുണ്ട്. കെൽട്രോണിനാണ് പകരം ചുമതല. മുൻ സർക്കാരിൻ്റെ കാലത്ത് നിയമസഭയ്ക്കകത്ത് ഊരാളുങ്കലിന് ലഭിച്ച ആനുകൂല്യങ്ങളും കരാറുകളും വൻ അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണെന്ന് പ്രാഥമിക വിലയിരുത്തലിലാണ് സ്പീക്കറുടെ കർശന നടപടി. വിശദ അന്വേഷണത്തിനും അദ്ദേഹം ഉത്തരവിട്ടേക്കും. നിയമസഭയിലെ നടപടിക്രമങ്ങൾ ഡിജിറ്റൈസ് ചെയ്യാനുള്ള പദ്ധതിയിൽ നേരത്തെ വൻ സാമ്പത്തിക ക്രമക്കേട് കണ്ടിരുന്നു. അതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിശബ്ദമായി അദ്ദേഹത്തിൻ്റെ പണി നടത്തും. മുഖ്യമന്ത്രി വി ഡി സതീശനും തദ്ദേശ മന്ത്രി കെ എം ഷാജിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീറും ഒക്കെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ തഴുകുമ്പോൾ തലോടുമ്പോൾ അവർ കള്ളത്തരം കാണിച്ചിരിക്കുന്നു, അവർ പിടിക്കപ്പെടും എന്ന് പറയാതെ പറയാനുള്ള ആർജവം, തൻ്റെ നടപടികളിലൂടെ നടത്താനുള്ള ആർജവം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വീണ്ടും കാണിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം അഭിപ്രായമൊന്നും പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹം തൻ്റെ നടപടിയിലൂടെ അദ്ദേഹം തെളിയിച്ചു. അതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. സുഹൃത്തുക്കളെ, അതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ വലിപ്പം, അതാണ് അദ്ദേഹത്തിൻ്റെ മേന്മ എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ നടപടി, TP കേസിൽ അന്വേഷണത്തിൽ അദ്ദേഹം കാണിച്ച ആ ഒരു ആർജവം, ഒരു അസർട്ടീവ്നെസ്, ഒരു ഇച്ഛാശക്തി, അതിപ്പോഴും അദ്ദേഹം കാണിച്ചിരിക്കുന്നു. ഒരൊച്ചയും ബഹളവും ഉണ്ടാക്കാതെ വളരെ നിശബ്ദമായി നിന്നുകൊണ്ട് അദ്ദേഹം പണിയെടുത്തിരിക്കുന്നു. ഈ ഊരാളുങ്കൽ എന്ന് പറഞ്ഞത് ഈ സെറ്റുകാരാണെന്നും കൊള്ള സംഘക്കാരാണെന്നും അദ്ദേഹം തൻ്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്നിരിക്കുന്നു. അതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ വലിപ്പം, അദ്ദേഹത്തിൻ്റെ മേന്മ. ഇതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ശ്രീമാൻ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഒരു കുതിരപ്പവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.